ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു കൂട്ടുകാർക്ക് അവരുടെ ആനുവൽ എക്സാം അഥവാ നിങ്ങളുടെ വാർഷിക പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ആനുവൽ എക്സാമിന് അഥവാ നമ്മുടെ വാർഷിക പരീക്ഷയ്ക്ക് നമുക്കുള്ള ഒരു എക്സാം ആണല്ലേ ഇന്റഗ്രേഷൻ അഥവാ ഉദ്ഗ്രഥനം എന്ന് പറയുന്ന എക്സാം അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നമുക്കറിയാം, നമ്മുടെ മലയാളം പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ആ ഒരു എക്സാമിന് വരിക അല്ലെ. ഓക്കെ മക്കളെ, അപ്പൊ അതുമായി റിലേറ്റ് ചെയ്തിട്ട് മുന്നേ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ആ ക്ലാസ്സുകളൊക്കെ കാണാൻ നന്നായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് വേഗം നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും എന്ത് ചെയ്യുക, പെട്ടെന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കാം. ജലസ്രോതസ്സുകൾ ഏതെല്ലാം എന്നതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ചോദ്യം വരുന്നത്. നോക്കിക്കേ മക്കളെ, താഴെ കൊടുത്തവയിൽ നിന്നും ജലസ്രോതസ്സുകൾ വരച്ച് യോജിപ്പിക്കുക. അപ്പൊ താഴെ ഒരുപാട് പേരുകൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടിൽ നമുക്ക് കാണാവുന്ന കാര്യങ്ങളുടെ പേരുകളാണ് തന്നിട്ടുള്ളത്. ഇതിന് നടുവിൽ നമുക്ക് കാണാം ജലസ്രോതസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പം തന്നിട്ടുള്ള പേരുകളിൽ ഏതൊക്കെയാണ് ജലസ്രോതസ് എന്ന് കണ്ടെത്തിയിട്ട് അവയെ അതിലോട്ട് വരച്ച് യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പൊ മക്കൾക്ക് അറിയാലോ ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ ജലസ്രോതസ്സുകൾ നിലനിർത്തുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഓക്കെ മക്കളെ, അപ്പൊ മിസ് ഓരോന്നിന്റെ പേരുകളായിട്ട് വായിക്കാം, മക്കള് നോക്കാം കേട്ടോ. മഴവില്ല് ജലസ്രോതസ് ആണോ മക്കളെ? അല്ല. അടുത്ത നോക്കിക്കേ, കാറ്റ് ജലസ്രോതസ് ആണോ? അല്ല. ദെൻ തോടാണ് വരുന്നത്. തോട് ജലസ്രോതസ് ആണോ മക്കളെ? യെസ്, തോടിന് നമുക്ക് ഇവിടോട്ട് മാച്ച് ചെയ്യാം അല്ലെ. അടുത്തത് മിന്നലാണ്. മിന്നൽ അതിൽ ഉൾപ്പെടില്ല. ദെൻ ആമ്പലാണ് വരുന്നത്, അതും അതിൽ ഉൾപ്പെടുന്നില്ല. അടുത്തത് വരുന്നത് പുഴയാണ്. അപ്പൊ പുഴയെ നമുക്ക് ഇവിടോട്ട് മാച്ച് ചെയ്യാം. ദെൻ വരുന്നത് ഏതാണ്? കടലാണ്. കടലിനെ നമുക്ക് ജലസ്രോതസ് ആയതുകൊണ്ട് തന്നെ അവിടേക്ക് മാച്ച് ചെയ്യാം. അടുത്തത് കാടാണ് വരുന്നത്. കാട് ജലസ്രോതസ് ആണോ മക്കളെ? അല്ല. അടുത്ത തടാകം വരുന്നുണ്ട്. തടാകം നമുക്ക് മാച്ച് ചെയ്യാം. പിന്നെ വരുന്നത് മരമാണ്, അത് നമുക്ക് പറ്റില്ല. അടുത്തത് ഏതാ മക്കളെ? നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒന്നാണ് എന്താ? കിണർ. അതും ഒരു ജലസ്രോതസ് ആണ് അല്ലെ. ഓക്കെ മക്കളെ, അപ്പൊ ഏതൊക്കെയാണ്? കിണർ, തടാകം, കടൽ, പുഴ, അതുപോലെ തന്നെ തോട്. ഇത്രയുമാണ് ഇവിടെ തന്നിട്ടുള്ളവയില് ജലസ്രോതസ്സുകളുടെ പേരുകൾ അല്ലെ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? അപ്പൊ അത് നോക്കി പോവാ. ജലസ്രോതസ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ. അതുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതൊക്കെ മിസ് വഴിയെ പറയാം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ജലസ്രോതസ്സുകളുടെ പേരുകളെല്ലാം പറഞ്ഞു അല്ലെ. ഓക്കെ മക്കളെ, ഇനി അതിൽ തന്നെ വരുന്ന മറ്റൊരു ചോദ്യമാണ്, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ജലസ്രോതസ്സിനെ കുറിച്ച് എഴുതാനാണ് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരുപാട് ജലസ്രോതസ്സുകളുടെ പേരുകൾ പറഞ്ഞു അല്ലെ. അതിൽ ഏതിനെങ്കിലും കുറിച്ച് ചെറിയൊരു കുറിപ്പ് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, മിസ് ഇപ്പൊ ഇവിടെ കിണർ അതുപോലെ തന്നെ പുഴ എന്നിവയെ രണ്ടിനെയും കുറിച്ചിട്ട് ചെറിയൊരു കുറിപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, കിണർ ഒരു ജലസ്രോതസ്സാണ്. കിണറിലെ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നു. കുളിക്കാനും വസ്ത്രം കഴുകാനും ഈ വെള്ളം ഉപയോഗിക്കുന്നു. ചെടികൾക്ക് വെള്ളം കൊടുക്കാനും ഇത് ഉപയോഗിക്കുന്നു. കിണറിലെ വെള്ളം വൃത്തിയായി സൂക്ഷിക്കണം. കിണർ നമ്മുടെ ജീവിതത്തിന് വളരെ ഉപകാരമാണ്. അല്ല മക്കളെ, നമ്മൾ കിണറിലെ വെള്ളമാണല്ലേ മിക്കപ്പോഴും നമ്മൾ കുടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? നമ്മുടെ വീട്ടിലുള്ള കിണറിലെ വെള്ളമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള മറ്റെല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ വെള്ളം എവിടെ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്? കിണറിൽ നിന്ന് തന്നെയാണ് അല്ലെ. കുടിക്കാനായാലും കുളിക്കാനായാലും വസ്ത്രം അലക്കാനാണെങ്കിലും പാത്രം കഴുകാനായാലും എന്നിങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കിണറിലുള്ള വെള്ളത്തെയാണ് ആശ്രയിക്കാറുള്ളത് അല്ലെ. പിന്നെ അതുപോലെ തന്നെ കിണറിലെ വെള്ളം നമ്മൾ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം അല്ലെ. അതെന്ത് ചെയ്യണം? വലയൊക്കെ ഇട്ട് മൂടണം അല്ലെ. അതിലേക്ക് മറ്റു വേസ്റ്റുകളും കാര്യങ്ങളൊന്നും വീഴാത്ത രീതിയിൽ അത് നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ അലമറ കെട്ടിയിട്ടൊക്കെ വൃത്തിയാക്കി വെക്കണം. അതിന്റെ അടുത്ത് നിന്ന് കുളിക്കാനോ അതുപോലെ തന്നെ മറ്റു ജീവികളിൽ നിന്നും കുളിപ്പിക്കാനോ ഒന്നും തന്നെ പാടില്ല അല്ലെ. കാര്യം എന്താണ്? കിണറിലോട്ട് അതിന്റെ അഴുക്ക് വെള്ളം വീണിട്ട് വെള്ളം ചീത്തയാവും അല്ലെ. അപ്പൊ നമ്മള് കിണറും അതിന്റെ പരിസരവും എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് ഒന്നാണ്. അടുത്തത് പുഴയെ കുറിച്ചാണ് തന്നിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, പുഴ ഒരു ജലസ്രോതസ്സാണ്. പുഴയിലെ വെള്ളം ശുദ്ധീകരിച്ച് കുടിക്കാൻ ഉപയോഗിക്കാം അല്ലെ. പുഴയുടെ വെള്ളം നമുക്ക് എന്ത് ചെയ്യും? ശുദ്ധീകരിച്ചിട്ടൊക്കെ കുടിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കൃഷിയിടങ്ങൾ നനയ്ക്കാൻ പുഴവെള്ളം ഉപയോഗിക്കുന്നു. വാഹനങ്ങൾ കഴുകാനും പുഴവെള്ളം ഉപയോഗിക്കുന്നു. മീനുകളും മറ്റ് ജലജീവികളും പുഴയിൽ ജീവിക്കുന്നു. പുഴ നമ്മുടെ ജീവിതത്തിന് വളരെ ഉപകാരമാണ്. ആണല്ലോ മക്കളെ? നമ്മൾ ആദ്യമൊക്കെ ആണെങ്കിൽ നമ്മൾ പുഴയിലെ വെള്ളമൊക്കെ നമ്മൾ കുടിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ മനുഷ്യന്മാരുടെ ഓരോ ഇടപെടൽ മൂലം തന്നെ പുഴയിലെ വെള്ളമൊക്കെ മലിനമായിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് ശുദ്ധീകരിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ആ വെള്ളം കുടിക്കാനൊക്കെ ഉപയോഗിക്കാം അല്ലെ, കുടിക്കാനും കുളിക്കാനൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ജലസ്രോതസ്സുകളെ കുറിച്ച് മക്കളൊന്ന് ഓർത്ത് വെച്ചിട്ട് പോയാൽ നന്നായിരിക്കും കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് മിസ്സിന് മറ്റൊരു കാര്യം പറയാനായിട്ടുണ്ട്. നമ്മുടെ ട്യൂഷൻ ക്ലാസ്സുകൾ നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെ ആക്കിയിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പൊ ഒത്തിരി കൂട്ടുകാരായിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. പിന്നെ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, മന്ത്ലി വെറും 100 രൂപ മാത്രമാണോ നമ്മുടെ ഫീ വരുന്നത് എന്നുള്ളത്. ശരിയാണ്, നമുക്ക് ആകെ 100 രൂപ മാത്രമാണ് മാസത്തിൽ ഫീ വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക, റെക്കോർഡഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയലുകളും ക്വിസുകളും കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ വേഗം തന്നെ താല്പര്യമുള്ള കൂട്ടുകാർ, LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. ഇനി അതിന് പുറമെ ആയിട്ട് കൂട്ടുകാർക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ വേണമെങ്കിൽ ആ ക്ലാസ്സുകൾ നമ്മൾ വെക്കേഷൻ ഏപ്രിലോട് കൂടിയിട്ട് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കും. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ വേഗം തന്നെ അതിൽ ജോയിൻ ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എഴുത്തും വായനയൊക്കെ കുറച്ച് പ്രയാസം നേടുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മൾ ഈ വെക്കേഷനിൽ അതെല്ലാം നമ്മൾ റെഡിയാക്കി തരും കേട്ടോ. അതിനായിട്ട് നമ്മൾ പ്രത്യേക ഒരു കോഴ്സ് കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ തന്നെ മാത്സ്, ഇവയിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സിൽ ഉണ്ടായിരിക്കുക. അപ്പൊ അങ്ങനെ പ്രയാസപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കും ഒട്ടും വിഷമിക്കാതെ തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ താല്പര്യമുള്ളവർ വേഗം തന്നെ നമ്മുടെ ആയിട്ട് കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റേതെങ്കിലും കൂട്ടുകാർക്ക് ഈ ഒരു ക്ലാസ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ, വീട് ഒരുക്കിയവർ എന്നതാണ് നമ്മുടെ അടുത്തൊരു ചോദ്യം വരുന്നത്. ആദിഷിന്റെ വീട്, സ്വപ്ന വീട്, കൂട്ടുകാരെല്ലാം വീട് കണ്ടു. വീട് ഒരുക്കിയവർ ആരൊക്കെ? വീടുമായി ബന്ധപ്പെട്ട തൊഴിലുകളെ വീടുമായി വരച്ച് യോജിപ്പിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പ്രാവശ്യം നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ വീട് പണി ഏതൊക്കെയാണ് മക്കളെ? ഒന്നുമില്ല, എഴുതാനൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് അവിടേക്ക് വരച്ച് യോജിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ. നോക്കിക്കേ മക്കളെ, ഇതെന്താണ് അല്ലെ, വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലിയാണ്. അതായത് പോലീസ് അതിൽ വരില്ല. ദെൻ പെയിന്റ് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ അല്ലെ ഈ മരപ്പണി വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലിയാണ് അല്ലെ. അപ്പൊ തന്നിട്ടുള്ളവയിൽ ഇത് മൂന്നുമാണ് നമുക്ക് വീട് പണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലുകൾ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 തൊഴിലുകൾ എഴുതൂ എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും 2 തൊഴിലുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് മക്കളെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലുകൾ എന്ന് പറയുന്നത്? മക്കൾ ആലോചിച്ച് നോക്കി, നെല്ല് കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ജോലികൾ ചെയ്യണം മക്കളെ? നമ്മൾ എന്ത് ചെയ്യണം? കണ്ണ് പൂട്ടണം അല്ലെ. അതായത് നമ്മൾ ആ ഒരു കൃഷി ചെയ്യുന്ന സ്ഥലം നമ്മൾ വൃത്തിയായിട്ട് കണ്ണ് പൂട്ടി എടുക്കണം അല്ലെ. അതായത് ഉഴുതു മറിച്ചെടുക്കണം. എങ്കിൽ നമുക്ക് അവിടെ വിത്ത് വിതയ്ക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇതൊക്കെ മുളച്ചു വരാനൊക്കെ സാധ്യമാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വിത്ത് വിതയ്ക്കുന്നത് എന്താണ്? ഒരു ജോലിയാണ് അല്ലെ. ഇപ്പൊ നെല്ല് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ജോലികൾ അതിൽ തന്നെ ഉൾപ്പെടുന്നുണ്ട് അല്ലെ. വിത്ത് വിതയ്ക്കാനും അതുപോലെ തന്നെ ഞാറ് നടാനും പിന്നെ നെല്ല് കൊയ്യാനും നെല്ല് മെതിക്കാനും എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് തൊഴിലുകൾ അതിൽ വരുന്നുണ്ട് അല്ലെ. അപ്പൊ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 തൊഴിലുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മക്കൾക്ക് അതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും എഴുതാവുന്നതാണ്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി അടുത്തൊരു ചോദ്യം നോക്കിക്കേ, പ്രാധാന്യം അറിയാം എന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മിസ്സിന് തോന്നുന്നു നമ്മൾ വേറെയും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. നോക്കിക്കേ മക്കളെ, വരച്ച് യോജിപ്പിക്കാം എന്നതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. താഴെ കൊടുത്ത ദിനങ്ങളുടെ പ്രാധാന്യങ്ങൾക്ക് അനുയോജ്യമായവയിലേക്ക് വരച്ച് യോജിപ്പിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഡേറ്റ്സും തന്നിട്ടുണ്ട്, അതിന്റെ പ്രത്യേകതകളും തന്നിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? ഓഗസ്റ്റ് 15, ഒക്ടോബർ 2, ജനുവരി 26, ജനുവരി 30. അപ്പൊ ഓഗസ്റ്റ് 15 ഏതിലേക്ക് മക്കളെ നമ്മൾ വരയ്ക്കേണ്ടത്? സ്വാതന്ത്ര്യ ദിനത്തിലോട്ടാണ് വരയ്ക്കേണ്ടത്. ദെൻ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണ്. ജനുവരി 26 റിപ്പബ്ലിക് ദിനമാണ്. ദെൻ ജനുവരി 30 രക്തസാക്ഷി ദിനമാണ്. നമ്മുടെ പാഠഭാഗത്തുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മക്കൾ എന്ത് ചെയ്യുക, ഈ കാര്യമെങ്കിലും നോക്കി വെക്കുക കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യമുണ്ട്. ചിത്രത്തിൽ ആര്? താഴെ കൊടുത്ത ചിത്രം നോക്കൂ. ഈ വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം എഴുതൂ. ആരാണ് മക്കളെ നമുക്ക് ചിത്രത്തിൽ തന്നിട്ടുള്ള ആള്? ആരാണ്? യെസ്, നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. നെഹ്റു ആണ് താഴെ തന്നിട്ടുള്ള ചിത്രത്തിലുള്ളത്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചിട്ട് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കാം മക്കളെ, ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു. കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള നേതാവായിരുന്നു. അതുകൊണ്ട് കുട്ടികൾ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിച്ചു. സാധാരണയായി വെള്ള നിറമുള്ള വസ്ത്രവും വെള്ളത്തൊപ്പിയും ധരിക്കുമായിരുന്നു. വസ്ത്രത്തിൽ ഒരു റോസാപ്പൂ ഇടുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. കുട്ടികളോട് വളരെ സ്നേഹം പുലർത്തിയ ഒരു മഹാനായ നേതാവായിരുന്നു.
പറഞ്ഞത് മനസ്സിലായ മക്കളെ? അപ്പൊ അദ്ദേഹത്തിന്റെ വേഷത്തെ കുറിച്ചും അദ്ദേഹത്തെ കുട്ടികൾ സ്നേഹത്തോടെ ചാച്ചാജി എന്ന് വിളിക്കുന്നതും പിന്നെ അദ്ദേഹത്തിന്റെ ഡ്രസ്സിൽ മക്കൾക്ക് എപ്പോഴും കാണാൻ ഒരു ചുവന്ന നിറത്തിലുള്ള റോസാപ്പൂ ഉണ്ടായിരിക്കില്ലേ? അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിട്ടുള്ളത്. അത്ര കാര്യങ്ങളൊക്കെ മതി മക്കൾ, നല്ല രീതിയിൽ വാക്യങ്ങളാക്കി എഴുതിയാൽ മാത്രം മതി കേട്ടോ. ഓക്കെ മക്കളെ, മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പൊ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചിട്ട് 1-2 പോയിന്റ്സ് ഒക്കെ മക്കള് ഓർത്ത് വെക്കുക. അടുത്ത നോക്കി മക്കളെ, ശുചിയാക്കാം എന്നതാണ് നമ്മുടെ ഒരു പ്രവർത്തനം വരുന്നത്. മാലിന്യങ്ങളെ ഉചിതമായ പെട്ടിയിലേക്ക് വരച്ചു ചേർക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്കറിയാം ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും ഉണ്ട് അല്ലെ? ആ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. ഇവിടെ അവയുടെ പേര് എഴുതാനൊന്നുമില്ല, ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, അവയെ മാച്ച് ചെയ്യാൻ മാത്രമേ വേണ്ടുള്ളൂ. ഇവിടെ അജൈവ മാലിന്യങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് ഉണ്ട്, ജൈവ മാലിന്യങ്ങൾ എന്നുള്ളതും ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഓരോന്നും ചിത്രങ്ങൾ അവയിലോട്ട് വരച്ചു ചേർക്കുക. ഇവിടെ മുട്ടത്തോട് ജൈവ മാലിന്യത്തോട്ട് വരച്ചിട്ടുണ്ട്. ഇനി പഴത്തോട് എന്താണ് മക്കളെ? ജൈവ മാലിന്യമാണ്. പ്ലാസ്റ്റിക് ബോട്ടിൽ അജൈവ മാലിന്യമാണ്. ഇലകൾ എന്തിൽ വരും? ജൈവ മാലിന്യങ്ങളാണ്. അടുത്തത് മക്കളെ നോക്കിക്കേ, പേപ്പർ എന്തിൽ വരും മക്കളെ? പേപ്പേഴ്സ് ജൈവ മാലിന്യങ്ങളാണ്. പിന്നെ മിൽക്കിലെ പാലിന്റെ ഒക്കെ കവർ എന്താണ് മക്കളെ? അജൈവ മാലിന്യങ്ങളാണ്. അതുപോലെ തന്നെ പെയിൻ എന്താണ് മക്കളെ? അതും അജൈവ മാലിന്യത്തിൽ ഉൾപ്പെടുന്നതാണ്. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടല്ലോ മക്കളെ? അപ്പൊ ജൈവ മാലിന്യങ്ങൾ ഏതൊക്കെയാ ഇവിടെ വരുന്നത്? മുട്ടത്തോട്, പേപ്പർ, ഉണങ്ങിയ ഇലകള്, പഴത്തൊലിയൊക്കെ എന്താണ്? ജൈവ മാലിന്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അജൈവ മാലിന്യങ്ങളാണ് പ്ലാസ്റ്റിക് ബോട്ടിലുകളും പ്ലാസ്റ്റിക് കുപ്പികളും പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ആ ഒരു പേനയൊക്കെ ഇല്ല മക്കളെ, അതിന്റെ കൂടെ ഒക്കെ എന്താണ്? അജൈവ മാലിന്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ആ ഒരു ക്ലാസിഫിക്കേഷൻ മക്കൾ ഓർത്തിരിക്കുക. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ചിത്രം മാച്ച് ചെയ്യാനേ ഉള്ളൂ. ചിലപ്പോൾ ഒരു പക്ഷെ അവയുടെ പേരുകൾ എഴുതാനായിട്ടും നമുക്ക് ചോദിക്കേണ്ടായിരിക്കും. അപ്പൊ പേരുകൾ എഴുതാൻ കൂടി മക്കളൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലോട്ട് പോവാം. സ്കൂൾ സ്ഥാപിക്കുന്നതിന് ഒരു ശുചിത്വ ബോർഡ് തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിലുള്ള ശുചിത്വ ബോർഡ് അഥവാ നമ്മുടെ പോസ്റ്റർ തയ്യാറാക്കാനായിട്ട് നമുക്ക് എപ്പോഴും ചോദിച്ചു കാണാവുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പൊ ഇത്തരത്തിലൊരു ചോദ്യം വരുന്ന സമയത്ത് മക്കൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുന്ന സമയത്ത് മക്കൾ എന്ത് ചെയ്യുക, അതിൽ നിങ്ങൾ 1-2 വാക്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. ആ 2 വാക്യങ്ങൾ എഴുതുന്നതിനാണ് നമുക്ക് 5 മാർക്ക് കിട്ടുന്നത്. പക്ഷെ അത് എഴുതിയത് കൊണ്ട് മാത്രം നമുക്ക് കിട്ടില്ല. അവിടെ നിങ്ങൾ മിസ് പറഞ്ഞ പോലെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ എഴുതുന്ന വലുപ്പത്തിൽ അക്ഷരങ്ങളുടെ വലുപ്പം സാധാരണ നമ്മൾ എഴുതുന്ന പോലെ ആവരുത്. അതിനേക്കാൾ കുറച്ചുകൂടി സൈസ് കൂട്ടിയത്, അതായത് കുറച്ച് അകലിൽ നിന്ന് നോക്കിയാലും അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? വായിക്കാൻ പറ്റണം. അപ്പൊ കുറച്ച് എന്ത് ചെയ്യുക, അക്ഷരങ്ങൾ കുറച്ചും കൂടി വലുപ്പം കൂട്ടി എഴുതാനായിട്ട് മക്കളെ ശ്രദ്ധിക്കുക. പിന്നെ നല്ലൊരു ബോക്സ് ഒക്കെ വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്, എന്തിനെ കുറിച്ചിട്ടാണോ നമുക്ക് ഇതുപോലൊരു ബോർഡ് തയ്യാറാക്കാൻ പറഞ്ഞത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് മക്കൾ വരയ്ക്കാൻ ശ്രദ്ധിക്കുക, ചിത്രങ്ങൾ വരയ്ക്കുക. ഓക്കെ, അപ്പൊ അതിനൊക്കെ നമുക്ക് പ്രത്യേകം മാർക്കുള്ളത് മക്കൾ ഓർക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്കൂളിൽ സ്ഥാപിക്കാനായിട്ടുള്ള ഒരു ശുചിത്വ ബോർഡാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മക്കളെ? മാലിന്യങ്ങൾ തരംതിരിച്ച് നിക്ഷേപിക്കൂ, നമ്മുടെ സ്കൂൾ ശുചിയായി സൂക്ഷിക്കൂ എന്നാണ് പറയാം. നമുക്ക് അത്തരത്തിൽ എഴുതിക്കൂടെ മക്കളെ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? 1-2 ചിത്രങ്ങളും ഒക്കെ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇതല്ല, വേറെ ഏത് ടോപ്പിക്കിനെ കുറിച്ചായാലും പോസ്റ്റർ തയ്യാറാക്കാനായിട്ട് പറയുന്ന സമയത്ത് മിസ് പറഞ്ഞിട്ടുള്ള ഈ 1-2 കാര്യങ്ങൾ മക്കള് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, ഒന്ന് ചിത്രവും അതുപോലെ തന്നെ അക്ഷരങ്ങളുടെ വലുപ്പം പിന്നെ എന്ത് ചെയ്യുക, നല്ലൊരു പെട്ടിക്കുള്ളിലൊക്കെ ആക്കിയിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പൊ നമ്മള് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? അപ്പൊ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ നമ്മൾ വേറെയും വീഡിയോസിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കുക കേട്ടോ. ആ ക്ലാസ്സുകൾ കാണാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും ക്ലാസ്സുകളൊക്കെ കാണാൻ അത് നന്നായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. പിന്നെ നമ്മുടെ ഓൺലൈൻ ട്യൂഷന്റെ കാര്യം മറക്കണ്ട. നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ട് ട്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെക്കേഷന് നമ്മൾ എഴുത്തും വായനയ്ക്ക് പ്രയാസമുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നമ്മൾ വെക്കേഷൻ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവർ ഇവിടെ സ്ക്രീനിൽ കാണുന്ന 8589823710 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പൊ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.